എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യാൻ പോകുന്ന റെസിപ്പി ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ചക്ക എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. എങ്കിലും ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡ്, ഞാൻ ചെയ്യുന്ന ഒരു പാചക രീതിയാണ് നിങ്ങൾക്കായി ഷെയർ ചെയ്യാൻ പോകുന്നത്. അതുമാത്രമല്ല, ചക്ക ഉണ്ടായിട്ടും ചക്ക കഴിക്കാൻ കൊതിയാകുന്നു, എന്നാൽ അവർക്ക് കഴിക്കാൻ പറ്റില്ല. ഗ്യാസിൻ്റെ പ്രശ്നം ഉള്ളവർക്കും ഇൻഡൈജഷൻ്റെ പ്രശ്നം ഉള്ളവർക്കുമൊക്കെ ഇതുപോലെ ചെയ്ത് കഴിക്കുകയാണെങ്കിൽ ഉറപ്പായും ഗ്യാസ് ഉണ്ടാകത്തില്ല, അതുപോലെ തന്നെ ഇൻഡൈജഷനും കാണില്ല. ആദ്യം നമുക്ക് ചക്ക ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ചക്കയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായും കഴുകിയിട്ട് വേണം വേവിക്കാനായിട്ട്. അതുപോലെ ഈ ചക്കയുടെ മുകളിലുള്ള ആ ചക്കയുടെ തണ്ട് അതും നമുക്ക് കറിയാക്കാവുന്നതാണ്. ഞാനെല്ലാം ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രത്തിൽ ആവി വരാനായിട്ട് ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു തട്ട് ഇറക്കി വയ്ക്കാം. ഈ പാത്രം തന്നെ വേണം എന്നൊന്നുമില്ല, ഇഡലി പാത്രത്തിലും നമുക്ക് വേവിക്കാവുന്നതാണ്. അതുപോലെ വാവട്ടമുള്ള ഇതുപോലുള്ള വലിയ പാത്രത്തിൽ ഒരു സ്റ്റാൻഡ് ഇറക്കി വെച്ചതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് ഒരു പാത്രത്തിൽ ഇതുപോലെ ചക്ക ഇട്ട് നമുക്ക് ആവി കയറ്റി വേവിക്കാവുന്നതാണ്. ഈ രീതിയിൽ നിങ്ങൾ വേവിക്കാനായിട്ട് നിങ്ങൾക്ക് അങ്ങനെയുള്ള ചിന്ത ഒന്നും വേണ്ട. ഒരുപാട് ഗ്യാസ് ചിലവാകും, അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾ വെള്ളം ഒഴിച്ച് വേവിക്കുന്ന അത്ര ചിലവാകില്ല. ഇതുപോലെ നമുക്ക് ആവി കയറ്റി വേവിച്ചെടുക്കാനായിട്ട്. ഇതുപോലെ നമ്മൾ വേവിക്കുന്നത് മൂലം ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാകുന്നത് മാത്രമല്ല, നമ്മൾ രാവിലെയാണിത് തയ്യാറാക്കുന്നതെങ്കിൽ വൈകിട്ട് സമയം വരെയും ഇത് ഒട്ടും പാഴാകാതെ തന്നെ നമുക്ക് ഇരിക്കും. അതുപോലെ തന്നെ കെമിക്കൽ ഒന്നും ചേർക്കാത്ത ഈ ചക്കയുടെ വൈറ്റമിൻസും മിനറൽസും നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് കഴിക്കുകയും ചെയ്യാം. ഞാനിപ്പോൾ ഇത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ഇഡലിയും ദോശയും അപ്പവും ഒക്കെ നമുക്ക് ഒരു ദിവസം മാറ്റി വച്ചിട്ട് ഇതുപോലെ ചക്കയുടെ സീസൺ വരുമ്പോൾ രാവിലത്തെ ഒരു നേരത്തെ ഭക്ഷണമാക്കി നമുക്ക് കഴിക്കാവുന്നതാണ്. ഇതുപോലെ തയ്യാറാക്കി കൊടുത്താൽ എല്ലാവരും കഴിക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇതിൻ്റെ കൂടെ നമുക്ക് ചിക്കനോ മട്ടണോ നമുക്ക് എന്ത് വേണമെങ്കിലും കഴിക്കാം, മീൻ കറി വേണമെങ്കിലും കഴിക്കാം. പക്ഷേ ഞാനിപ്പോൾ കാന്താരി മുളകും ഉപ്പും ചെറിയ ഉള്ളിയും കൂടി ചതച്ചെടുത്ത് അതിലേക്ക് ഒരല്പം നാരങ്ങാ നീരും പിന്നെ പച്ച വെളിച്ചെണ്ണ ഒന്നീ എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിൽ, അതല്ല എന്നുണ്ടെങ്കിൽ നല്ല നാടൻ വെളിച്ചെണ്ണ വേണം നിങ്ങൾ എടുക്കാനായിട്ട്. കല്ലിൽ തന്നെ ചതച്ചെടുക്കണം, എന്നാലേ അതിൻ്റെ യഥാർത്ഥ രുചി നമുക്ക് കിട്ടൂ. മിക്സിയിലാണെങ്കിൽ നിങ്ങളൊന്ന് പൾസ് മോഡിലിട്ട് വേണം കറക്കിയെടുക്കാൻ. അമ്മിക്കല്ലോ അതുപോലെ ഈ കല്ലോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ തന്നെ തയ്യാറാക്കാൻ ഒന്ന് ശ്രമിക്കണം കേട്ടോ. നമുക്ക് ഈ ചട്ടണി കാണുമ്പോൾ തന്നെ നമ്മുടെ വായിൽ എല്ലാവർക്കും വെള്ളം ഊറുന്ന ഒന്ന് തന്നെയാണ്. നല്ല രുചിയും അതുപോലെ ചക്കയ്ക്ക് നല്ല മണം വന്നിട്ടുണ്ട്. തേങ്ങയും ഉപ്പും ഇട്ടതിന് ശേഷം ഒരു 2 മിനിറ്റ് കൂടി ഒന്ന് അടച്ച് വെച്ച് ആവി വരാനായിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ 5 മിനിറ്റിനുള്ളിൽ തന്നെ ചക്ക വെന്ത് കിട്ടും. ചില ചക്കയ്ക്ക് ഒരല്പം വേവ് കൂടുതലാണ്, അങ്ങനെയുള്ളതൊരു 8 മിനിറ്റ് എടുക്കും, അത്ര തന്നെ. അപ്പോൾ നമുക്കൊന്ന് കഴിച്ചു നോക്കാം. നല്ല രുചിയും നല്ല മണവും എല്ലാം ഉള്ള ഈ ചക്ക കഴിച്ചിട്ട് ഞാൻ ടേസ്റ്റ് പറയാം. നല്ല രസം തന്നെയാണ്, എല്ലാവർക്കും അറിയാം ചക്കയുടെ രുചി. പക്ഷേ ഇങ്ങനെ വേവിക്കുന്നതിന് ഒരു പ്രത്യേക രുചി തന്നെയായിരിക്കും. നമ്മൾ വെള്ളം ഒഴിച്ച് വേവിക്കുന്നതിനേക്കാളും 10 മടങ്ങ് രുചി തന്നെയാണ് ഇങ്ങനെ വേവിക്കുന്നതിന്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള ഹെൽത്തി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നത് വരേക്കും നിങ്ങളിതെല്ലാം കഴിച്ചു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കാതെ ചെയ്യണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.